അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയത്. സർക്കാരിന് സമർപ്പിച്ച ഒറിജിനൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, എന്താണ് ഇങ്ങനെ കോടതി ഈ ഒറിജിനൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണോ അത്? ഗോകുലി, അനധികൃത സ്വത്ത് സമ്പാദന ഹർജിയുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ ഈ വിജിലൻസ് കോടതിയിൽ നടക്കുന്നത് ചില നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ അന്വേഷണ സംഘത്തോടക്കം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് നൽകിയത്. അതായത് ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ, അതിൽ ഏറ്റവും പ്രധാനം വെള്ളയമ്പലത്തെ ഈ കവടിയാറിലെ വീട്, അതേപോലെ തന്നെ ഫ്ളാറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു പരാതി ഉന്നയിച്ചത്. അതിൽ വിജിലൻസ് നടത്തി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അത് നേരിട്ട് ഹാജരാക്കണം. അതിന്റെ ഒറിജിനൽ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള ഒറിജിനൽ ഹാജരാക്കാനാണ് നിലവിൽ ഇപ്പോൾ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം. ആവശ്യമെങ്കിൽ കോടതിയുടെ പരിശോധനയ്ക്ക് ശേഷം ഹർജിക്കാരന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാമെന്നൊക്കെ കോടതി മുൻപ് പറഞ്ഞതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒറിജിനൽ ഹാജരാക്കാൻ, കറക്റ്റ് സർക്കാരിന് കൈമാറിയിട്ടുള്ള ഒറിജിനൽ പകർപ്പ് തന്നെ കൈമാറാൻ ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കേസ് ഡയറി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ 16-ന് ഉത്തരവ് പറയും. ഗോകുൽ, ശരി, ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഒറിജിനൽ തന്നെ റിപ്പോർട്ട് വേണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു.